ജനുവരി 14 ബുധൻ. ഈ 2026 ജനുവരി തുടക്കം മുതൽ ഈ രണ്ടാഴ്ചക്കുള്ളിൽ നടന്നിട്ടുള്ള ഏത് സമയവും നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന ഒരു കാര്യം, അതും പ്രത്യേകിച്ച് ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നടന്നതും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ലോകത്ത് വരാൻ പോകുന്ന ചില മാറ്റങ്ങളും അല്ലെങ്കിൽ മനുഷ്യരാശി അറിയാതിരുന്ന ചില വസ്തുതകൾ മറനീക്കി പുറത്തു വന്നത് ആർക്കും ബോധ്യപ്പെടാവുന്ന ചില യാഥാർത്ഥ്യങ്ങളും ഇതൊക്കെയാണ് ഈ സംസാരത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. കാര്യങ്ങളുടെ പ്രത്യക്ഷമായ ഒരു തുടക്കം ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ 8-10 ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ജനുവരി 3 പ്രാദേശിക സമയം 4:30 പുലർച്ചെ 4:30 വെനീസ്വലയുടെ പ്രസിഡന്റായിരുന്ന നിക്കോളാസ് മധുറോവിനെ അമേരിക്കൻ സൈന്യം വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നടന്ന ഒരു ഓപ്പറേഷനിലൂടെ പിടിച്ച് ബന്ദിയാക്കി അദ്ദേഹത്തെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയായ പ്രസിഡന്റിനെ രക്ഷിക്കാൻ ആ രാജ്യത്തെ പട്ടാളത്തിനോ സൈനിക സന്നാഹങ്ങൾക്കോ മറ്റുള്ള സാങ്കേതിക സൗകര്യങ്ങൾക്കോ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ അമേരിക്കയിൽ കൊണ്ടുപോയി. ഇപ്പോൾ അമേരിക്കയിൽ അദ്ദേഹം ബന്ധനസ്ഥനാണ്. അമേരിക്ക ഇതിന് പറഞ്ഞ ഒരു പ്രത്യക്ഷ ന്യായം എന്നത് നിക്കോളാസ് മധുറോ മയക്കുമരുന്ന് കടത്തിയിരുന്ന ഒരാളാണ്, അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന ഒരാളാണ് എന്നാണ്. സത്യത്തിൽ ഒരിക്കലും ഇത് ശരിയല്ല. അതാർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അപ്പൊ എന്താണ് ഇതിന്റെ പിന്നിലുള്ള അടിസ്ഥാന കാര്യം എന്നാൽ, പിറ്റേന്ന് രാവിലെ, അതായത് 2026 ജനുവരി 3 പുലർച്ചെ 4:30 മണിക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇനി വെനീസ്വലയുടെ എണ്ണശേഖരങ്ങളെല്ലാം അമേരിക്കൻ കമ്പനികൾ നേരിട്ടാണ് നിയന്ത്രിക്കുക എന്നതാണ്. അപ്പൊ കാര്യം എല്ലാവർക്കും പിടികിട്ടി. സത്യത്തിൽ ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള പെട്രോളിയം വാർസിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇതൊരു കേവലം ഒരു വാറല്ല, പകരം ഒരു രാജ്യത്തിലേക്ക് അതിക്രമിച്ച് കടന്നു കയറി ആ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ട് ആ രാജ്യത്തിന്റെ പരമാധികാരിയായി നിലകൊള്ളുന്ന ഒരു രാഷ്ട്ര നേതാവിനെ, ഒരു ഭരണാധികാരിയെ യാതൊരു തത്വദീക്ഷയുമില്ലാത്ത, ഒരു നീതീകരണവുമില്ലാത്ത നിലയിൽ അമേരിക്ക ബന്ധനസ്ഥനാക്കുകയും ആ രാജ്യത്തിന്റെ സംവിധാനം, വെനീസ്വലയെ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനീസ്വല. 2ാം സ്ഥാനത്ത് സൗദി അറേബ്യയും 3ാം സ്ഥാനത്ത് ഇറാനുമാണ്. അപ്പൊ നമ്മളിവിടെ ഗൗരവമായി ചിന്തിക്കേണ്ടത്, എന്താണ് ഇതിന്റെ പിന്നിലുള്ള താല്പര്യം മറ്റൊന്നുമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനമായ ഒരു കമ്മ്യൂണിറ്റി, ഇന്ന് ആധുനിക ലോകം ചലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാതു വസ്തു എന്നാൽ അടിസ്ഥാനപരമായത് പെട്രോളാണ്. ലോകത്തെ എല്ലാവിധ മാറ്റങ്ങൾക്കും എല്ലാവിധ കച്ചവടങ്ങൾക്കും എല്ലാവിധ വികസനങ്ങൾക്കും എല്ലാത്തിനും ഹേതുവായ ലോകത്തിൻ്റെ അടിസ്ഥാന സമ്പത്ത്, അല്ലെങ്കിൽ ലോകത്തെ അടിസ്ഥാന ആധുനിക മനുഷ്യന്റെ അടിസ്ഥാന സ്വർണം എന്ന് പറയാവുന്നത് തികച്ചും അത് പെട്രോളാണ്. ഇത് നേരത്തെ യൂപ്രട്ടീസിലെ സ്വർണ്ണമലകൾ എന്ന പുസ്തകത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുള്ള പരമാർത്ഥവും ആ പുസ്തകം പരിശോധിക്കുന്ന ആർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യവുമാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപം ഇനി ഒരാൾക്കും അധികാരമില്ലാത്ത വിധത്തിൽ അമേരിക്ക അത് സ്വന്തമാക്കി എന്നതാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 3 പുലർച്ചെ 4:30 മണിക്ക് സംഭവിച്ചിരിക്കുന്നത്. ചൈനയുടെ പ്രതിനിധികൾ തൊട്ട് തലേ ദിവസം, അതായത് ജനുവരി 2-ാം തീയതി ചൈനയുടെ പ്രതിനിധികൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ അനവധി വർഷങ്ങളായി ചൈനയുമായും റഷ്യയുമായും വളരെ നല്ല ബന്ധത്തിൽ നിലനിൽക്കുന്ന രാജ്യമാണ് വെനീസ്വല. എന്ന് മാത്രമല്ല, നിക്കോളാസ് മധുറോ, എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ചില്ലറ മാസങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ അദ്ദേഹം തൻ്റെ റഷ്യ സന്ദർശിക്കുകയും റഷ്യൻ ഭരണകൂടവുമായുള്ള അവരുടെ ബന്ധത്തെ വീണ്ടും പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഈ ഒരു സംഗതി നടന്നിട്ട് ആ സംഗതിയെതിരെ ഒരു അപലപനം നടത്തി എന്നതിനല്ലാതെ എന്തെങ്കിലും ഒരു ചെറുവിരൽ അനക്കാൻ പോലും റഷ്യക്കും ചൈനക്കും നിലവിൽ കഴിഞ്ഞില്ല എന്നതാണ്.
ഈ ഒരു ഓപ്പറേഷൻ ചൈനയുടെ സാറ്റലൈറ്റിൽ പതിഞ്ഞതേയില്ല. റഷ്യയുടെയും. ലോകത്തെ ഏറ്റവും വലിയ അഡ്വാൻസ്ഡ് ടെക്നോളജി എന്ന് പറയുന്നത് ചൈനയുടേതാണ്. ചൈന ലോകത്തെ മുഴുവനും പിന്നിലാക്കുകയാണ്. അമേരിക്കയൊക്കെ ചൈനയുടെ മുന്നിൽ ഇപ്പോൾ ഒന്നുമല്ല. അമേരിക്കയൊന്നും ഇപ്പോൾ ചൈനയുടെ മുന്നിൽ ഒന്നുമല്ല. റഷ്യക്ക് അമേരിക്ക ഒന്നുമല്ല എന്നൊക്കെ പറയുന്ന നമ്മൾ, എന്നല്ല ചൈനയുടെ മഹത്വം, ചൈനയുടെ ടെക്നോളജി, അഡ്വാൻസ് ടെക്നോളജിയെ കുറിച്ച് എപ്പോഴും ലോകത്തെ സാമൂഹിക നിരീക്ഷകരെല്ലാം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും കേവലം അരമണിക്കൂർ കൊണ്ട് അമേരിക്ക പുഷ്പം പോലെ നടത്തിയ ഈ ഒരു ഓപ്പറേഷൻ റഷ്യയുടെയും ചൈനയുടെയും സാറ്റലൈറ്റുകളിൽ പതിഞ്ഞില്ല എന്നത് അമേരിക്ക ഇപ്പോഴും അമേരിക്ക തന്നെയാണ് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും വലിയ തെളിവാണ്. കേവലം 20 പട്ടാളക്കാർ മാത്രമാണ് ഈ ഓപ്പറേഷനിൽ അമേരിക്കക്കാരായ പട്ടാളക്കാരായി പങ്കെടുത്തത്. ആകെ 20 പട്ടാളക്കാരെയാണ് ഈ ഓപ്പറേഷനിൽ അമേരിക്ക ഉപയോഗപ്പെടുത്തിയത്. അതേസമയത്ത് വെനസ്വേലയുടെ 100 കണക്കിന് പട്ടാളക്കാരെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തു. ഒരു കൃത്യമായ ഡാറ്റ ലഭ്യമല്ലാത്തത് കൊണ്ടാണ് 300 എന്ന അഭിപ്രായമുണ്ട്, അതിനേക്കാൾ കൂടുതലാണെന്ന അഭിപ്രായമുണ്ട്. ഏതായാലും 100 കണക്കിന് വെനസ്വേലയുടെ പട്ടാളക്കാരെ നിഷ്കരുണം ഈ അമേരിക്ക കൊലപ്പെടുത്തി. ആകെ അമേരിക്കക്ക് ഇതിന് ചെലവായത് 20 പട്ടാളക്കാർ. അതിൽ ഒരാൾക്കും ഒന്നും സംഭവിക്കുകയും ചെയ്തില്ല. അപ്പൊ ഇവിടെ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമേരിക്കയുടെ ശക്തിയിൽ ഇന്നും ലോകത്തെ ആരെയും വെല്ലാൻ കഴിയുന്ന ഒരു രാഷ്ട്രമാണ് എന്ന് തന്നെയാണ്. അമേരിക്കയെ തകർക്കാൻ ആർക്കും ഇപ്പോഴും കഴിയില്ല. അമേരിക്ക ഒരു നിലക്ക് ക്ഷീണിക്കുന്നതായി കാണിക്കുമ്പോൾ പോലും അമേരിക്കയുടെ മേൽക്കോയ്മ, അമേരിക്കയുടെ പവർ, അമേരിക്കയുടെ ശക്തി, ആ ശക്തിയെ വെല്ലാൻ ലോകത്ത് ഒരു ശക്തിക്കും നിലവിലും സാധ്യമല്ല എന്നത് ഇതിൽ ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരമാർത്ഥമാണ്. ഇപ്പൊ ഇത് മാത്രമല്ല അമേരിക്ക പറയുന്നത് കാനഡ അമേരിക്കയുടെ അടുത്ത സ്റ്റേറ്റാക്കി മാറ്റും എന്നാണ്. മാത്രമല്ല ഗ്രീൻലാൻഡ് അമേരിക്കയുടേതാക്കുമെന്നാണ്. കേവലം വെനസ്വേല മാത്രമല്ല, ഇവിടെ വളരെ ഗൗരവമായി നമ്മൾ പഠിച്ചാൽ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കും. ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ധാതു നിക്ഷേപമുള്ള, പെട്രോൾ സമ്പത്തുള്ള നിക്ഷേപമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാകുന്ന വെനസ്വേലയെ അമേരിക്കയുടേതാക്കി. രണ്ടാമതായി പ്രധാനപ്പെട്ട എണ്ണ നിക്ഷേപമുള്ള രാജ്യം എന്നത് സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ എക്കാലത്തും അമേരിക്കയുടെ പരിധിക്കുള്ളിൽ മാത്രമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട രാജ്യം ഇറാനാണ്. ഇറാന്റെ ഭാഗത്തേക്ക് നമുക്ക് വരാം. നാലാമത്തെ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള, പെട്രോൾ നിക്ഷേപമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം കാനഡയാണ്. അമേരിക്കയെ ഈ അടുത്ത ദിവസം അമേരിക്ക പറഞ്ഞത് കാനഡയെ അമേരിക്കയുടെ സ്റ്റേറ്റ് ആക്കി മാറ്റും, ഒരിക്കലും അതൊരു സ്വയം രാഷ്ട്രമായി അമേരിക്ക നിലനിർത്തില്ല എന്നാണ്. കാനഡ മാത്രമല്ല, ആർട്ടിക് പെട്രോളിയത്തിലേക്ക് അമേരിക്കക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിനെ അമേരിക്ക സ്വന്തമാക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആർട്ടിക് പെട്രോളിയം എന്ന് പറഞ്ഞതിൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പെട്രോൾ നിക്ഷേപമുള്ള ഒരു ഭൂമിയിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. ആ ഏരിയയിലേക്ക് അമേരിക്കക്ക് പ്രവേശിക്കണമെങ്കിൽ ഗ്രീൻലാൻഡിനെ അമേരിക്കയുടേതാക്കണം. അപ്പൊ അടുത്ത് തന്നെ ഗ്രീൻലാൻഡിലെ അമേരിക്കയുടെ ഭാഗമാക്കും എന്ന് അമേരിക്ക ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ അമേരിക്ക ഒരിക്കലും ദുർബലമാവുകയല്ല. അമേരിക്ക കൂടുതൽ അതിൻ്റെ ശക്തി പുറത്തെടുക്കുകയാണെന്ന് മാത്രമല്ല, ആധുനികതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പവറുള്ള കമ്മോഡിറ്റി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് പെട്രോളാണ്. ഇന്ന് വരെ പെട്രോൾ ലോകത്ത് പുറത്തു വന്നതിന് ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ പെട്രോളിനെ നിയന്ത്രിച്ചത് അമേരിക്കയാണ്. ഭാവിയിലും പെട്രോളിനെ നിയന്ത്രിക്കുക അമേരിക്ക മാത്രമായിരിക്കും എന്നാണ് ഏറ്റവും അവസാനമായി ഈ കഴിഞ്ഞ 2 ആഴ്ചക്കുള്ളിൽ ലോകത്ത് നടന്ന സംഭവ വികാസങ്ങളുടെ പരമാർത്ഥമായി ഏതൊരു സാമൂഹിക നിരീക്ഷകനും, ഏതൊരു പഠിക്കുന്ന വിദ്യാർത്ഥി